പള്ളിപ്പുറമാരുടെ വീട്ടിൽ വരാതെ തന്നെ പള്ളിപ്പുറമാരുടെ കുഞ്ഞ് സൗഖ്യമാകുമായിരുന്നു. This synagogue leader's daughter would have healed without Jesus going to their home. പക്ഷേ അവൻ പറഞ്ഞു, നീ തൊട്ടാൽ, നീ എൻ്റെ കുഞ്ഞിന്റെ മേൽ കൈ വെച്ചാൽ അവൾ ഉയർക്കുവാൻ. But he said, if you touch my daughter, she will rise up. ശതാധിപന്റെ ഒരു ബാല്യക്കാരന് ദീനം പിടിച്ച് കിടന്നപ്പോൾ ശതാധിപൻ പറഞ്ഞത്, നീ എന്റെ പുരയ്ക്ക് അകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷെ നീ ഒരു വാക്കിപ്പോ കൽപ്പിച്ചാൽ അവിടെ ഒരു വിടുതൽ നടക്കും. നിന്നെ തൊട്ടാണ് വിടുതൽ വേണ്ടതെങ്കിൽ അവൻ നിന്നെ ഈ വചനത്തിലൂടെ തൊടും. അല്ല, ഈ വചനത്തിന് ആമേൻ നീ പറയുന്നെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധൻ പറയുക. ആ ശതാധിപൻ കേട്ട് വിശ്വസിച്ചപ്പോൾ അവന്റെ ബാല്യക്കാരൻ സൗഖ്യം വന്നതുപോലെ ദൂരെയുള്ള ചില വിഷയത്തിന്മേൽ നീ ഇവിടെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ സ്പർശനം വരാൻ പോകുന്നുവെന്ന് ആത്മാവചനോട് പറയാൻ പറയുന്നു. But the centurion said, Lord, I am not worthy you to come in my home. If you command, she will be healed. In the same manner, if you pray something that is far from you, God's healing will happen over them. തൊടേണ്ടവരെ അവൻ തൊടും. He will test the people whom to touch. കൈക്ക് പിടിക്കേണ്ടവരെ അവൻ കൈക്ക് He പിടിക്കും. will take hold of the people whom he is to take hold. അവൻ കൈക്ക് പിടിച്ച ചിലരെ കേൾക്കുന്നുണ്ട്. ഇനിയും ആത്മനിയോഗത്തോടെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മല പോലെ നിൽക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ യാചനകളുടെ ശബ്ദമല്ല, പ്രതിസന്ധിയുടെ നടുവിൽ നിന്നിൽ നിന്ന് വെളിപ്പെടേണ്ടത് മക്കളെങ്കിൽ അവകാശികളാ. പ്രതിസന്ധിയുടെ നടുവിൽ മക്കൾ പ്രതിസന്ധിയുടെ നടുവിൽ കരയരുത്. അപ്പന്റെ മുമ്പിൽ കരഞ്ഞോ, പ്രതിസന്ധി പോലെ നിൽക്കുന്ന മലയുടെ മുമ്പിൽ നീ പറയണം, മലയെ കാറ്റത്തിയെ വേരോടെ കടലിൽ ചാടി പോക എന്ന് ഒരു ദൈവ പൈതൽ മകനെന്ന വെളിപ്പാടുകൊണ്ട് സൺഷിപ്പിന്റെ റെവലേഷനിൽ നിന്നുകൊണ്ട് നീ പറഞ്ഞാൽ അത് വേരോടെ പറഞ്ഞ കടലിൽ ചാടി പോയിരിക്കും. You should not cry before your father, but cry before your father. If there is something like a mountain in front of you, if you command, it will be uprooted and gone to the sea.